നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പുണർതം നക്ഷത്രത്തെ കുറിച്ചാണ്. പുണർതം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നും ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമാകുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ്. ഈ ഫലത്തിലുള്ള പ്രത്യേകത എന്തെന്ന് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും പുണർതം നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഫലങ്ങളാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സമയത്ത്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 16 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക എന്നുള്ളതാണ്. എഴുത്തുകാര്, അധ്യാപകര്, യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം അങ്ങനെയുള്ള ആളുകള്, ബിസിനസ് ഒക്കെ ചെയ്യുന്ന, കയറ്റുമതിയൊക്കെ ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന ആളുകള്, എന്തെങ്കിലും പ്രസിദ്ധീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ചാനലുകളൊക്കെയുള്ള യൂട്യൂബിൽ ചാനലുകളൊക്കെ ഉള്ളവര്, അതുപോലെയുള്ളവർക്കൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കും നല്ല ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സമയം വളരെ മെച്ചകരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ചില തൊഴിലുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന പ്രൊജക്ടുകളൊക്കെ നിന്ന് പോയിരിക്കുന്ന പ്രൊജക്ടുകളോ അല്ലെങ്കിൽ തൊഴിലുകളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ നിങ്ങൾക്ക് ജൂൺ 28 ശേഷം പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ ജോലിയൊക്കെ മാറുവാനായിട്ട്, തൊഴിലൊക്കെ മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ജോലി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ധനപരമായിട്ട് ഗുണകരമുള്ള ചില സമയങ്ങൾ ഈ ദിവസങ്ങൾക്കിടയിൽ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 18-ാം തീയതി, 23-ാം തീയതി, 30-ാം തീയതി ഒക്കെ ഇത് നിങ്ങൾക്ക് ധനപരമായിട്ട് കൂടുതൽ മേന്മയുള്ള ദിവസങ്ങളാണ്. നഷ്ടപ്പെട്ട പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് മനസ്സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ കഴിയുന്നതാണ്. ഭവനമൊക്കെ പണിയുവാനൊക്കെ തുടങ്ങുവാൻ പറ്റിയൊരു സമയമാണ്, അല്ലെങ്കിൽ പുതുക്കി പണിയുവാനൊക്കെ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ വസ്തുഭാഗ്യം, അതായത് സ്ഥലമൊക്കെ വാങ്ങാനുമായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൊരു അപാകത കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 20-നും 27-നും നിങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ചില അറിവില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പണം കൊണ്ടുപോയി ഇടുവാനായിട്ട് സാധ്യതയുണ്ട്. അധ്യാപകരുമൊക്കെ ആയിട്ടും അമ്മയോ അമ്മയുടെ സ്ഥാനമുള്ളവരോ ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെ ദൃഢമാകുന്ന ഒരു സമയമാണ്. കുടുംബത്തില് ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ്. 17-ഉം 25-ഉം 29-ഉം തീയതികൾ കൂടുതൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. തീർത്ഥാടനത്തിനും തീർത്ഥയാത്രയ്ക്കും ഒക്കെ പറ്റിയൊരു സമയമാണ്. ബന്ധങ്ങളിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി, നിങ്ങളോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറി പഴയ ബന്ധങ്ങളൊക്കെ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. വിവാഹാലോചനകൾക്കൊക്കെ പറ്റിയൊരു സമയമാണ്. ഏറ്റവും ഉചിതമായ ദിവസം ജൂൺ 19-ാം തീയതിയാണ് വിവാഹം ആലോചിക്കാൻ പറ്റിയൊരു ദിവസം. നിങ്ങളുടെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. പഴയ അസുഖങ്ങളൊക്കെ ഭേദമാകുന്ന ഒരു സമയമാണ്. കരൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം ഒന്ന് മാറി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ജൂൺ 22-ാം തീയതി ഒന്ന് ശ്രദ്ധിക്കുക. ദഹനപരമായിട്ടുള്ള ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റു രീതിയിൽ നോക്കുമ്പോൾ ആരോഗ്യമൊക്കെ പൂർണ്ണമായിട്ടും മെച്ചമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ സമയം വളരെ മെച്ചമുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾ ഏത് കോഴ്സ് പഠിക്കണമെന്നൊക്കെ തീരുമാനിച്ച് ആ കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പുണർതം നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പഴയ ചില ദുശീലങ്ങള്, പഴയ ശത്രുക്കള്, ഇവരൊക്കെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം മേന്മയുള്ളതായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ദയ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ ചിലപ്പോൾ ചില ആളുകളൊക്കെ നിങ്ങളെ ചതിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതോടെ നിങ്ങളുടെ അടുത്ത് ദയക്ക് വേണ്ടി യാചിക്കുകയും നിങ്ങളതിൽ മനസ്സലിയുകയും അങ്ങനെ ഒരു ചതിയിൽ നിങ്ങൾ പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു
ക്ഷേത്രം ദർശനം നടത്തുന്നത് നല്ലതാണ്. ഓം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 9 മുതൽ 108 തവണ വരെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ജപിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടുകൂടി ജപിക്കുക. മന്ത്രം ശബ്ദ തരംഗങ്ങളായിട്ട് പ്രകൃതിയിൽ ലയിച്ചാൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. മഞ്ഞ, കാവി നിറങ്ങളൊക്കെ നിങ്ങളുടെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ അവരവരുടെ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഇത് പുണർദം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇതില് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.